ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞക്കോര കെട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളക്, കറിവേപ്പില, നമ്മൾ നാടൻ വാളൻപുളിയുടെ ഇലയാണ്. നമ്മൾ പണ്ടത്തെ അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുളിയില അരച്ചിട്ട് മീൻ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കാണുമായിരിക്കും ഇതിന് മുമ്പ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പുളിയില, കുരുമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പുളിയിലയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് ഞാൻ നാരങ്ങ ഇവിടെ ചേർത്തിട്ടില്ല. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മഞ്ഞക്കോര നന്നായി കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നത് വാഴയിലയിലാണ്. അപ്പോൾ വാഴയില നമ്മുടെ പറമ്പിലുണ്ട്. അപ്പോൾ അത് വെട്ടിക്കൊണ്ട് വന്നിട്ട് വാഴയില നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് വാഴയിൽ മീൻ പൊളിച്ച് നല്ല ടേസ്റ്റാണെന്ന്. പിന്നെ എവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ടേസ്റ്റില്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ നന്നായി വാട്ടി വെച്ച് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ വാഴയുടെ നാര് വെച്ചിട്ട് നമ്മൾ മീനെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രൈങ് പാൻ വെച്ചിട്ട് ഫ്രൈങ് പാൻ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കെട്ടി വെച്ച വാഴയില അതിനകത്തേക്ക് വെക്കുക. 1 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. 1 മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം തിരിച്ച് മറിച്ചിടുക, കെട്ടുള്ള ഭാഗം അടിയിലോട്ട് വരുന്ന രീതിയിൽ. അതിന് ശേഷം നമ്മളിവിടെ ചെയ്തേക്കുന്നത് കുറച്ച് വെള്ളം, അതായത് വെള്ളം കുറച്ച് കുപ്പിയിൽ എടുത്തിട്ട് നമ്മളെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എവിടെ പോയപ്പോൾ ഒരു ഹോട്ടലിൽ ചെയ്യുന്നത് കണ്ടാണ്. അതായത് ഇങ്ങനെ പൊള്ളിക്കുമ്പോൾ പെട്ടെന്ന് ആവി പൊള്ളിക്കുന്ന മീനിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പൊളിക്കുന്നത് അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആവി വന്നിട്ട് വാഴയിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ്. അപ്പം മീൻ പെട്ടെന്ന് വേവും. അങ്ങനെ ഒരു ടെക്നിക്ക് ഞാൻ ഏതോ ഹോട്ടലിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്നുള്ളൂ. എനിവേ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ അത് കരിയും. അപ്പോൾ നമ്മളൊരാൾ അവിടെ നിന്ന് വെള്ളം വറ്റുന്നതനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും. നമുക്ക് ഏകദേശം ഒരു ഒത്തിരി സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ പൊള്ളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ വാഴയിൽ മീൻ പൊളിച്ചത് മാത്രമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് പൊളിച്ചിട്ട് ഒരു മീനെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാപ്പിയാണ്, ഞങ്ങൾ എൽദോസ് എന്ന് വിളിക്കാവുന്നതാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനൊരു മീനെടുത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം റിയാക്ഷൻ. അങ്ങനെ നമ്മുടെ എല്ലാപ്പി ചോറിൻ്റെ കൂടെ പൊള്ളിച്ച മീൻ ടേസ്റ്റ് ചെയ്യാണ്. അവൻ്റെ മുഖത്തൊന്നും മനസ്സിലായത് സൂപ്പറായിട്ടാണ്. കാരണം അവിടെ TV വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ്റെ സൗണ്ടും TVയുടെ സൗണ്ടും കൂടെ മിക്സ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാപ്പിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.